നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് തോറിയം കൊള്ള. കേരളത്തിന്റെ തീരദേശ മേഖലകളിലുള്ള അമൂല്യമായ തോറിയം സമ്പത്ത് ചില സ്വകാര്യ കമ്പനികളും വ്യക്തികളും സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെ വർഷങ്ങളായി കൊള്ളയടിക്കുകയാണെന്ന് വെളിപ്പെടുത്തുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. രാജ്യ താൽപര്യം മുൻനിർത്തി ഇത് തടയുവാൻ ഹൈക്കോടതി ശക്തമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോകവിപണിയിൽ വൻവിലയുള്ള ആണവ ഇന്ധനമായ തോറിയത്തിന്റെ ഇരായ മോണോസൈറ്റ് വിദേശങ്ങളിലേക്ക് കടത്തിയാണ് CMRL പോലെയുള്ള സ്വകാര്യ കമ്പനികൾ കൊള്ളലാഭം നേടുന്നത്. ഇവരെ സഹായിക്കുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള നേതാക്കളും ഉദ്യോഗസ്ഥ നേതൃത്വവും ലാഭവിഹിതം വിദേശ നാണ്യമായും അല്ലാതെയായും പങ്കുപറ്റുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. സ്വകാര്യ മേഖലകളിലെ കരിമണൽ ഖനനം കേന്ദ്ര നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ടെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഖേനയാണ് ചില സ്വകാര്യ കമ്പനികൾ തുച്ഛമായ വിലയ്ക്ക് ടൺ കണക്കിന് കരിമണൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കരിമണലിൽ നിന്നും മോണോസൈറ്റ് വേർതിരിച്ചെടുത്ത് വിദേശത്തേക്ക് അവർ കയറ്റി അയക്കുന്നു. മറ്റ് ധാതുക്കൾ ഉപയോഗിച്ചാണ് ടൈറ്റാനിയം, സിന്തറ്റിക് റൂട്ടൈൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. ആലപ്പാട്, തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ, തോട്ടപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ കരിമണൽ നിക്ഷേപമുള്ള സ്ഥലങ്ങൾ ചില സ്വകാര്യ വ്യക്തികൾ ഭൂനിയമം ലംഘിച്ച് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. സർക്കാർ കൈവശമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ ഇപ്പോഴും കരിമണൽ ടാങ്കർ ലോറികളിൽ കടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. കേരള തീരത്തെ ലക്ഷക്കണക്കിന് ടൺ വരുന്ന തോറിയം നിക്ഷേപം ഒരു അക്ഷയഖനിയാണ്. ഇത് യഥായോഗ്യം വിനിയോഗിച്ചാൽ കേരളത്തിന് ഭാവിയിൽ സാമ്പത്തിക സുസ്ഥിരത നേടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെറിയാൻ ഫിലിപ്പ് ITV ന്യൂസുമായി പങ്കുവച്ച ചിന്തകൾ കാണുക. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ധാതു സമ്പത്ത് നമ്മുടെ കടലോരങ്ങളിലെ കരിമണലാണ്. ഈ കരിമണലിൽ ധാരാളം തോറിയം അടങ്ങിയിട്ടുണ്ട്. തോറിയം അയിരായ മോണോസൈറ്റാണ് ഏറ്റവും ശക്തിയുള്ള ലോഹമല്ലെങ്കിൽ ധാതു. കഴിഞ്ഞ കുറേ വർഷക്കാലമായി കേരളത്തിലെ ചില സ്വകാര്യ കമ്പനികളും വ്യക്തികളും കരിമണൽ വിദേശങ്ങളിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെ സഹായത്തോടെയും ഒത്താശയോടും കൂടിയാണ് ഈ കടത്ത് തുടരുന്നത്. എന്നാൽ അടുത്ത കാലത്ത് കേന്ദ്ര നിയമപ്രകാരം അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം ഖനനം ചെയ്യാൻ മതി എന്ന തീരുമാനം വന്നപ്പോൾ യഥാർത്ഥത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് KMML-ഉം IREL-ഉം ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഖനനം നടത്തുകയും അത് സ്വകാര്യ കമ്പനികൾക്ക് ടൺ കണക്കിന് തുച്ഛമായ വിലയ്ക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുകയാണ്. ഇതിൽ നിന്നും മോണോസൈറ്റ് എന്ന തോറിയത്തിൻ്റെ നിക്ഷേപം വേർതിരിച്ചെടുത്ത് വിദേശങ്ങളിലേക്ക് കടത്തി അയച്ചാണ് കൊള്ളലാഭം ഉണ്ടാക്കുന്നത്. ബാക്കി വരുന്ന ധാതുക്കൾ ഉപയോഗിച്ചാണ് സിന്തറ്റിക് റൂട്ടൈൽ, ടൈറ്റാനിയം തുടങ്ങിയവ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ തോറിയത്തിനാണ് അമൂല്യമായ വിലയുള്ളത്. കേരളത്തിൻ്റെ കടൽത്തീരത്ത് ഏറെക്കുറെ 2 ലക്ഷത്തോളം ടൺ തോറിയം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ആന്ധ്രയിലും ബീഹാറിലും മാത്രമേ ഉള്ളൂ. ഈ തോറിയം കേരളത്തിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രം കുന്നുകൂടി കിടക്കുകയാണ്. ചവറ, ആലപ്പാട്, തൃക്കുന്നപ്പുഴ, തോട്ടപ്പള്ളി, ആറാട്ടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ തോറിയം നിക്ഷേപമുള്ളത്. ഇവിടങ്ങളിൽ ഇപ്പോഴും തോറിയം ഖനനമല്ല, കരിമണൽ ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കരിമണൽ ഖനനം അനധികൃതമായി നടക്കുമ്പോൾ, സ്വകാര്യ കമ്പനികളുടെ മറവിൽ നടക്കുമ്പോൾ പാരിസ്ഥിതിക വിനാശവും ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെല്ലാം കൊള്ളലാഭത്തിൻ്റെ ഒരു വിഹിതം രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതാക്കന്മാർക്ക് കൊടുത്ത് ഇപ്പോഴും രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പൊതുസ്വത്ത് അപഹരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇത് തടയാൻ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ എന്ന് മാത്രമല്ല, നീതിപീഠത്തിന് പോലും കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. കരിമണൽ കോഴ വിഷയം വന്നപ്പോൾ ഈ വിഷയത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ഒത്തൊരുമ നാം കണ്ടിരുന്നു. പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി വർത്തിക്കുന്നതും നാം കണ്ടു. അതാണ് ചെറിയാൻ ഫിലിപ്പ് ഉദ്ദേശിച്ചത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.